നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറയാനെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇതിലെ ഫസ്റ്റ് വാക്ക് ഷെയർ എന്നതാണ്. അതെ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഒരു പാർട്ട് ഓണറായി മാറുക എന്നതിനാണ് ഷെയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിലുള്ള വലിയ വലിയ കമ്പനികൾ, പബ്ലിക്കായി പോയ കമ്പനികൾ, ഉദാഹരണത്തിന് റിലയൻസ്, പിഡിലൈറ്റ്, അദാനി, ഇതുപോലത്തെ വലിയ വലിയ കമ്പനികളിലെ ഒരു കോ ഓണറായി മാറാൻ, ഒരു ചെറിയൊരു പാർട്ട് ഓൺ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന ആക്ടിവിറ്റിയാണ് ഒരു ഷെയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ബിസിനസിന്റെ ഓണറായി പറയുമ്പോൾ അതിന്റെ മേലോട്ട് കയറുന്നതും താഴെ പോകുന്നതനുസരിച്ച് നമുക്കും അതിൽ നിന്നൊരു ലാഭത്തിന്റെ ഒരു അംശം നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് ഒരു അവസരം ഒരുക്കുന്ന ഒരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് പെപ്സിയുടെയോ അല്ലെങ്കിൽ കൊക്കോകോളയുടെയോ പെപ്സോഡന്റിന്റെയോ കോൾഗേറ്റിന്റെയോ ഇങ്ങനെ എന്തിന്റെ വേണമെങ്കിലും ഷെയർ എടുക്കാൻ പറ്റുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കാനും വിൽക്കാനും ഉള്ള സംവിധാനം ഒരുക്കുന്ന ഒരു ബേസിക് സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ തോന്നുമ്പോൾ ആരെങ്കിലും വിൽക്കാൻ മറ്റേ സൈഡിൽ വേണ്ടേ, ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു പ്ലെയർ വേണമല്ലോ. അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇന്ത്യയിൽ പല പല ഷെയർ മാർക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. അത് NSE, BSE ഇതുപോലെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ, അവരൊക്കെയാണ് ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. മ്യൂച്വൽ ഫണ്ട് എന്താണ്? അതായത് ഒരു ഷെയർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കമ്പനിയുടെ ഓണറായി മാറുകയാണല്ലോ. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു കമ്പനിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് അത് വാങ്ങിക്കാനും അതിനെ ഓൺ ചെയ്യാനും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതുപോലെ ഒരു 10ഓ 15ഓ കമ്പനികൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആള് അതിനെ ഒരുമിച്ചൊരു ബാസ്ക്കറ്റിലാക്കി, ഒരു 15 ഷെയർ ഒരുമിച്ചൊരു ബാസ്ക്കറ്റിലാക്കി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരുന്നു. അത് ഒരുമിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ആ ഒരു സംവിധാനം ഒരുക്കുന്ന ആക്ടിവിറ്റിയാണ് ഒരു മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇതുപോലെ ബക്കറ്റ് ചെയ്യും, 5-6 ഷെയർസ് ഒരുമിച്ച് ബക്കറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ മാനേജ് ചെയ്യും ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ. മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ റോൾ എന്താണ്? ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഏത് ഷെയർ വാങ്ങിക്കണം, ആ ഫണ്ടിനകത്ത് ഏത് ഷെയർ വിൽക്കണം, ആ ഒരു ഫണ്ടിന് ഒരു ഗോൾ ഉണ്ടാവും, ഇത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സെക്ടറിൽ അത് വർക്ക് ചെയ്യണം. ആ ഉദ്ദേശം അനുസരിച്ച് ഈ ഷെയറുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും നമുക്ക് വേണ്ടി മാനേജ് ചെയ്ത് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒരു മ്യൂച്വൽ ഫണ്ട്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ബിസിനസ് വെച്ച് സ്റ്റഡി ചെയ്യുന്നതിന് പകരം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരുമിച്ച് പൈസ ഇടുകയാണെങ്കിൽ ഒരു 15 കമ്പനി ഒരുമിച്ച് നമ്മൾ ഓൺ ചെയ്യുകയാണ്. എന്നാൽ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ അത് നമുക്ക് വേണ്ടി മാനേജ് ചെയ്ത് തരികയും ചെയ്യുന്നു. അതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 15 കമ്പനികൾ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലിട്ട് തരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പെപ്സോഡന്റ് ഉണ്ടാവും, കൊക്കോകോള ഉണ്ടാകും, ഒരു ഹോസ്പിറ്റലിന്റെ ഷെയർ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഷെയർ ഉയർന്നു പോവുകയും ഏതെങ്കിലും ഷെയർ താഴ്ന്നു പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആയിട്ടിരിക്കും, അല്ലേ? അത് ആവാം. ചില മ്യൂച്വൽ ഫണ്ട്സിന്റെ ഉദ്ദേശം അതായിരിക്കും. ചില മ്യൂച്വൽ ഫണ്ട്സിന്റെ ഉദ്ദേശം ഒരു പെർട്ടിക്കുലർ സെക്ടറിലെ ഏറ്റവും നല്ല ഫണ്ട്സ് കണ്ടെത്തുക എന്നായിരിക്കും. ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ എന്നൊരു സെക്ടറെ കുറിച്ച് സംസാരിച്ചല്ലോ. ചില മ്യൂച്വൽ ഫണ്ട്സ് ഹോസ്പിറ്റൽസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും, ഏറ്റവും നല്ല ഹോസ്പിറ്റൽസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് പല പല ഉദ്ദേശങ്ങളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചാക്കി നമ്മൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്, ഒരു പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് നമുക്ക് ഈ കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ആരെയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത്? അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിന് അതിന് ഹിസ്റ്ററി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എല്ലാ ഫണ്ടിനും കഴിഞ്ഞ 5 വർഷവും 10 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അതിൻ്റെ പ്രോഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ അവർ എടുത്ത് ഒരുപാട് റേഷ്യോസ് വെച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാനേജറുണ്ട്. ആ മാനേജറിന് ഒരു ഫിലോസഫി ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ പ്രോഡക്ട്സിലാണ്, ഇങ്ങനത്തെ ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചില മാനേജർ പറയും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹൈ റിസ്ക്, കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് എൻ്റെത് എന്ന് പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് സ്വീകാര്യമാണെങ്കിൽ അവരുടെ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതല്ലാതെ വേറെ ചില മാനേജേഴ്സ് പറയും, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഷെയർസ് എന്ന് പറയുന്നത്
ഏറ്റവും സ്റ്റേബിളും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഹൈ വാല്യൂ കമ്പനികളിലായിരിക്കും. ഒരു സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് നമുക്ക് സേഫ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ നമുക്ക് അവരുടെ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷെയർ സ്റ്റോക്ക് ഡയറക്റ്റ്ലി ഒരു ബിസിനസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഗൂഗിളിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷെയർ ആ മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസ് ചെയ്യുന്ന ഫണ്ട് മാനേജറുടെ ഒരു സ്റ്റൈല് കുറിച്ച് നമുക്ക് അവരുടെ പ്രോസ്പെക്ടസിൽ വായിക്കാൻ പറ്റും. അത് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇതല്ലാതെ വേറെ ഒരുപാട് മെട്രിക്സും കൂടെ നമുക്ക് നോക്കിയിട്ട് അവരുടെ പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക? ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ്. കാരണം ഇപ്പോൾ നിലവിൽ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നു ചേർക്കും. സിറോദ, ഗ്രോ, ഇതുപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ഞാൻ ICICIയുടെ ഡിമാറ്റ് അക്കൗണ്ട് ആയിരുന്നു. അതെ, അതും ഇന്നും സാധിക്കും. ഇന്നും അങ്ങനെയും ചെയ്യാം. അവർക്കും സത്യം പറഞ്ഞ ആപ്സ് തന്നെയാണ് ഉള്ളത്. ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആപ്സ്. അപ്പോൾ ഇത് ഒരു മാർഗ്ഗമാണ്. ഇതല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാതെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവർക്കും നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഒരു ടഫ് ടാസ്ക് അല്ല, ഒരു രീതിയിലും ടഫ് ടാസ്ക് അല്ല. അത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും. ഇനി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കുറേ ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.